ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് സിമ്പിളായി എങ്ങനെ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം എന്നതിനെക്കുറിച്ചാണ്. നമ്മുടെ അടുത്തൊരു കാറ് ഉണ്ടെങ്കിൽ ഈസിയായി തന്നെ നമുക്ക് ഡ്രൈവിംഗ് പഠിക്കാം. മിക്ക ആൾക്കാരും ഡ്രൈവിംഗ് സ്കൂളിൽ പോയി പഠിച്ചു എങ്കിൽ തന്നെ ചില ആൾക്കാർക്ക് ഓടിച്ചു തുടങ്ങുമ്പോൾ തന്നെ വണ്ടി നിരന്തരമായി നിന്ന് പോവുക, കൂടാതെ തന്നെ വണ്ടിയോട് കുറേ സംശയങ്ങളും പിന്നെ പേടി അങ്ങനെ പലതുമുണ്ട്. ഇതൊക്കെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ വീഡിയോ കണ്ടു നോക്കാം മുഴുവനായിട്ട്. കൂടാതെ തന്നെ നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തന്നെ അതിന് തൊട്ടടുത്തായിട്ടുള്ള ബെൽ ഐക്കൺ ഉണ്ട്, അത് പ്രസ് ചെയ്യുകയാണെങ്കിൽ അടുത്തിടുന്ന എൻ്റെ പുതിയ വീഡിയോകളെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. വാഹനം എങ്ങനെ നിന്നു പോകാതെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും എന്നാണ് ഇന്ന് നമ്മൾ പറയുന്നത്. ഇത് ഗിയർ നോബാണ്. അതിൽ തന്നെ ഗിയറിൻ്റെ എല്ലാ നമ്പേഴ്സും കൊടുത്തിട്ടുണ്ട്. ഈ ഡയഗ്രം എന്താണെന്ന് വെച്ചാൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ആ പ്രൊസീജിയർ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പല സ്ഥലങ്ങളും ഗിയറിൻ്റെ ആ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഓരോ കോണിലും. ഇപ്പോൾ ഗിയർ നോബ് ഇരിക്കുന്നത് ന്യൂട്രൽ പൊസിഷനിലാണ്. നമുക്ക് എങ്ങനെയാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നതെന്ന് നമുക്കിപ്പോൾ നോക്കി മനസ്സിലാക്കാം. അതായത് ഇപ്പോൾ നമ്മൾ ആ ന്യൂട്രൽ പൊസിഷനിൽ നിന്നും ആ ഡയഗ്രത്തിൻ്റെ ഒരു ലെഫ്റ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഗിയർ വീഴുന്നു. അതുകൂടാതെ തന്നെ താഴത്തേക്ക് ആ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുമ്പോഴത്തെ സെക്കൻഡ് ഗിയർ വരുന്നു. കൂടാതെ തന്നെ ഈ ഡയഗ്രത്തിൽ നമ്മൾ മിഡിൽ സ്റ്റേജിലാണ് തേർഡ് ഫോർത്തും കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് മിഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തേർഡ് ഗിയറും, അങ്ങനെ തന്നെ സെയിം മിഡിൽ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫോർത്ത് ഗിയറും വീഴുന്നുണ്ട്. കൂടാതെ തന്നെ ഹൈ ഗിയർ ഇടുവാനായിട്ട് നമ്മൾ ഫോർത്തിൽ നിന്ന് കുറച്ച് റൈറ്റിലേക്ക് മാറി ആ ഒരു ഡയഗ്രത്തിൻ്റെ മൂലയിലേക്ക് മാറ്റുമ്പോൾ ഫിഫ്ത്ത് ഗിയറും, അതുപോലെ തന്നെ താഴത്തേക്ക് റിവേഴ്സ് ഗിയറുമാണ് വരുന്നത്. ഈ ഡയഗ്രം കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈസി ആയിട്ട് ആ ഗിയർ ഷിഫ്റ്റിംഗ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ നമ്മൾ ആദ്യം തന്നെ കീ ഇട്ട് ഫസ്റ്റ് ഒരു സെക്കൻഡ് ക്ലിക്കിലൂടെ വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്. സ്റ്റാർട്ടാകുമ്പോൾ തന്നെ നമുക്ക് ആ മീറ്റർ കൺസോളിൽ നമുക്ക് ഇതിൻ്റെ ലൈറ്റെല്ലാം തെളിയുന്നത് കാണാം. അതോടുകൂടി വണ്ടി സ്റ്റാർട്ടായെന്ന് നമുക്ക് മനസ്സിലാക്കാം. കൂടാതെ തന്നെ നമ്മൾ അടുത്ത പടിയായിട്ട് ചെയ്യേണ്ടത്, നമ്മൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, കാല് ക്ലച്ചിൽ ഫുൾ പ്രസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രേക്കും പിടിക്കുക. ഇപ്പോൾ നമ്മൾ ആ മുന്നേ കാണിച്ച പോലെ ഗിയർ ഫസ്റ്റ് ഗിയറിൽ ഇട്ടതിന് ശേഷം ലൈറ്റായിട്ട് നമ്മൾ ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി ഒരു വൈബ്രേഷൻ വരുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ലൈറ്റായിട്ട് മൂവ് ചെയ്യണമെങ്കിൽ വണ്ടി ആക്സിലേറ്റർ കൊടുക്കാതെ മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇങ്ങനെ നിങ്ങൾ പല പ്രാവശ്യം ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വാഹനം നിന്ന് പോകാതെ ഓടിച്ചു കൊണ്ടുപോകാൻ കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. പുതുതായി വണ്ടി ഓടിക്കുവാൻ അല്ലെങ്കിൽ ഡ്രൈവിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു.